നിറഞ്ഞ നല്ലൊരു ദിവസം. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാവട്ടെ. എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള മോർണിംഗ് സർക്കിളിന്റെ കോർഡിനേറ്റർ സജന മാം ആണ്. സജന മാമിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറെ കഥകളുമായിട്ട് മാം വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം. കുറെ നല്ല കഥകൾ കേൾക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സജന മാമിനെ സ്വാഗതം ചെയ്യാം. അതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. മാം സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു റവ് സാർ, താങ്ക് യു സോ മച്ച്. റവ് സാർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാൻ കുറച്ച് കഥകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ 350ാമത്തെ എപ്പിസോഡാണ് കേട്ടാ. ഓക്കെ, അപ്പോ ഫസ്റ്റ് പറയാം. അപ്പൊ നമുക്ക് സ്റ്റോറിക്ക് പോവാലെ. ഫസ്റ്റ് പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കോട്ടോട് കൂടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്യൂട്ടി ബിഗിൻസ് ദ മൊമെന്റ് ദാറ്റ് യു ഡിസൈഡഡ് ടു ബി യുവർ സെൽഫ്. അതായത് നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കാൻ തീരുമാനിക്കുന്ന ആ നിമിഷത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ജൂലിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അതായത് ആ ഒരു സ്റ്റോറിയുടെ മൊത്തം ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉള്ളിലുള്ള ഈ ജൂലിയാന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരുപാട് നല്ല കഴിവുകൾ ഉണ്ടായിട്ടും ഉള്ളിലുള്ള അപകർഷതാബോധം അല്ലെങ്കിൽ മറ്റുള്ളവര് എന്ത് പറയും എന്നുള്ള വിചാരിച്ചിട്ട് തന്റെ കഴിവുകളെ പുറത്തെടുക്കാൻ പറ്റാണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി പിന്നീട് ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് അത് പുറത്തു വരികയും അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ ദിവസം ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തോന്നുള്ളൂ കേട്ടോ, നമ്മൾ സ്റ്റോറി കേൾക്കുമ്പോ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു ബ്രസീലിലെ ഒരു പട്ടണത്തില് നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരിക്കൽ ബ്രസീലിലെ ഒരു പട്ടണത്തില് വലിയൊരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു എക്സിബിഷൻ നടക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സിബിഷനാണ്. അപ്പൊ അവിടെ വർണ്ണപ്പകിട്ടാർന്നിട്ടുള്ള ലൈറ്റുകളും പിന്നെ മ്യൂസിക്കും പിന്നെ ഒരുപാട് ആളുകളുടെ ആവേശഭരിതരായിട്ടുള്ള ജനക്കൂട്ടൊക്കെ ചേർന്നിട്ട് ഒരു വലിയൊരു ഉത്സവമാണ് ആ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു എക്സിബിഷന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാ ദിവസവും ഈവനിങ്ങില് ഈ എക്സിബിഷൻ നടക്കുന്ന ദിവസങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അവിടെ ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആ നഗരത്തിൽ തന്നെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സെയിൽസ് ഗേൾ ആയിട്ടാണ് നമ്മളുടെ കഥാപാത്രം ജൂലിയാന വർക്ക് ചെയ്യുന്നത്. അവളെന്ന് പറയുന്നത് ഒരു അസാമാന്യമായിട്ടുള്ള ഒരു പ്രതിഭയുള്ള ഒരു ഡാൻസർ ആയിരുന്നു. അവൾക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാനായിട്ട് അറിയായിരുന്നു. കാലുകളിലൊക്കെ ചലങ്ക കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവള് ശലഭത്തിനെ പോലെ ഇങ്ങനെ പാറി നടക്കാനായിട്ടുള്ള ഒരു കഴിവ് അവൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പൊതുവേദിയില് എന്തെങ്കിലും അവതരിപ്പിക്കാനുള്ള ഒരു അപകർഷതാബോധം. അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അവളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവളുടെ ഉള്ളിൽ ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. തനിക്ക് വേണ്ടത്ര സൗന്ദര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ബാഹ്യ സൗന്ദര്യം ഇല്ലാത്ത ആളുകൾ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടാവില്ല. ബാഹ്യ സൗന്ദര്യം ഉള്ളവർ മാത്രം ഡാൻസ് കളിച്ചാൽ മാത്രമേ ഓഡിയൻസ് ഒക്കെ കൈയടിക്കുള്ളൂ എന്ന് അങ്ങനത്തെ ഒരു വിശ്വാസം അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, തനിക്ക് കുറച്ചും കൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ തനിക്കും ഒരു വലിയൊരു ഡാൻസർ ആയിട്ട് അറിയപ്പെടായിരുന്നല്ലോ എന്നിങ്ങനെ അവള് എപ്പോഴും അങ്ങനെ ചിന്തിച്ച് അവള് സങ്കടപ്പെടുമായിരുന്നു. അങ്ങനെ ഈ എക്സിബിഷൻ നടക്കുന്ന സമയത്തൊക്കെ ഈവനിങ്ങിലൊക്കെ പലരും അവരുടെ കഴിവുകളൊക്കെ ഇങ്ങനെ പുറത്തെടുക്കണ കാണുമ്പോഴും ആളുകളൊക്കെ അതിന് കൈയടിക്കണൊക്കെ കാണുമ്പോഴൊക്കെ അവൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ
ഒരു ഉള്ളിലത്തുള്ള ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാല് തനിക്ക് സൗന്ദര്യം ഇല്ല, അതുകൊണ്ട് തന്നെ താൻ ഡാൻസ് കളിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ആ സൗന്ദര്യം ഇല്ലാത്ത താൻ ഡാൻസ് കളിച്ചു കഴിഞ്ഞാല് ജനങ്ങളൊക്കെ കൂവോ എന്നൊക്കെയുള്ള ഭയം എപ്പോഴും അവളെ പിന്നോട്ട് വലിക്കും. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച അവള് തീരുമാനിക്കണം എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അന്ന് അവിടെ ഡാൻസ് അവതരിപ്പിക്കാനുള്ള ഒരു ദിവസമായിരുന്നു. ഡാൻസ് അറിയാവുന്നവർക്കൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യാം. അപ്പൊ ഇവിടെ വിചാരിക്കാണ് എനിക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് അതിനുള്ള ഇതില്ലെങ്കിലും മറ്റുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെ ആ ഒരു എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ പോകണം. അപ്പൊ അങ്ങനെ നടന്ന് അവള് സങ്കടത്തോടെ പോണത് എനിക്ക് അതിനുള്ള ഇതില്ലല്ലോ എന്ന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ജൂലിയാന അവിടെ ഒരു കട കാണണം. അപ്പൊ അതൊരു എന്താ ഒരു ആഭരണങ്ങളൊക്കെ വിൽക്കണ ഒരു കടയായിരുന്നു. അപ്പൊ അവള് വിചാരിക്കാണ് അവിടെ തനിക്ക് പറ്റിയ എന്തെങ്കിലും തന്റെ സൗന്ദര്യത്തിന് കുറച്ചും കൂടെ, അതായത് തനിക്ക് കുറച്ചും കൂടെ ഭംഗി തരണം എന്തെങ്കിലും അവിടെ ഉണ്ടാവുമെന്ന് അവളിങ്ങനെ ചിന്തിക്കണം. അങ്ങനെ അവൾ ആ കടയിലേക്ക് കയറി പോയിട്ട് അവിടുത്തെ കടയുടെ ഓണറിനോട് ചോദിക്കണം, എന്റെ സൗന്ദര്യം കൂട്ടാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ, എന്തെങ്കിലും ആഭരണങ്ങൾ ഇവിടെ ഉണ്ടോന്ന് അവളിങ്ങനെ വിഷമത്തോടുകൂടി ചോദിക്കണം. അപ്പൊ കടയുടമ അവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുന്നു, ഈ സ്ത്രീകളൊക്കെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കിരീടം എടുത്തിട്ട് അവൾക്ക് കൊടുക്കണം. ചെറിയൊരു ക്രൗൺ എടുത്തിട്ട് കൊടുക്കണം. അതിലാണെങ്കിൽ വിലപിടിപ്പുള്ള മുത്തുകളും കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ട് ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ള ഒരു കിരീടമായിരുന്നു. അങ്ങനെ അവര് ആ സ്ത്രീ അത് ജൂലിയാനയുടെ തലയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് പറയണ, ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇത് ധരിച്ചോടുകൂടി തന്നെ നിന്റെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ജൂലിയാന പോയി കണ്ണാടി നോക്കുമ്പോ അവൾക്കും തോന്നണം തന്റെ മുഖത്തിന് തന്നെ ഒരു വലിയൊരു ഒരു തേജസ് വന്നതായിട്ട് അവൾക്ക് തോന്നണം. അപ്പൊ അവളുടെ ഉള്ളിലൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് അവളുടെ സിരകളിൽ ഇരച്ചു കയറണം. അങ്ങനെ അവള് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ആ കിരീടൊക്കെ വില കൊടുത്ത് വാങ്ങിയിട്ട് അവിടുന്ന് തിടുക്കത്തില് ആ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഓടുക. അപ്പൊ അവിടെ എത്തിയപ്പോ അവൾക്ക് പിന്നെ മുമ്പത്തെ പോലത്തെ ഒരു ഭയം ഉണ്ടായില്ല, അവൾക്കൊരു കോൺഫിഡൻസ് വന്നു. താൻ ഈ ഒരു കിരീടം വെച്ചപ്പോ തന്നെ കാണാനായിട്ട് ഭംഗിയുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് അവൾക്ക് വന്നേക്കണം. അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തിൽ അവള് സ്റ്റേജിലേക്ക് കയറിയിട്ട് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവള് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ വെച്ചിട്ട് അവളുടെ കഴിവ് പുറത്തെടുത്തിട്ട് ശരിക്കും അവളുടെ ഡാൻസ് കാണുമ്പോൾ അവിടെ ഇരിക്കുന്നവരൊക്കെ അത്ഭുതപ്പെട്ടു പോവാണ്. അങ്ങനെ ഡാൻസ് കഴിഞ്ഞതും എല്ലാവരും ഭയങ്കരമായിട്ട് കയ്യടി അവൾക്ക് കിട്ടണം. എല്ലാവർക്കും അവളുടെ ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അവളെ എഴുന്നേറ്റ് നിന്നിട്ട് അഭിനന്ദിക്കണം. അപ്പൊ ജൂലിയാനയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം സഹിക്കാനാവാണ്ട് വരിക. അപ്പൊ അവളുടെ മനസ്സിൽ അപ്പൊ ഒരു ഇത് വരികയാണ്, ഈ കിരീടം നൽകിയ സൗന്ദര്യമാണ് എല്ലാവരെയും ആകർഷിച്ചെന്ന് അവള് വിശ്വസിക്കണം. ഈ കിരീടം എനിക്കൊരു ഭാഗ്യമാണ്. തന്നെ ഇത്രയും സൗന്ദര്യവതിയാക്കിയിട്ടുള്ള ആ കിരീടം തലയിൽ വെച്ചിട്ട് തന്റെ രൂപം ഒന്നും കൂടെ കാണാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ആഗ്രഹിക്കും. അങ്ങനെ അവള് സ്റ്റേജിന്റെ പിന്നേക്കുള്ള ഒരു കണ്ണാടിയിൽ പോയി നോക്കുമ്പോ പെട്ടെന്ന് അവൾ ആകെ ഷോക്കാവണം. ആ ഒരു കിരീടം തന്റെ തലയിൽ, ആ പ്രിയപ്പെട്ട കിരീടം കാണുന്നില്ല, തലയിൽ കാണുന്നില്ല. അവൾ ആകെ ടെൻഷനാണ്, അയ്യോ അതെങ്ങാനും എവിടെയെങ്കിലും വീണുപോയി, ഇവിടെ എങ്ങാനും വീണുപോയെന്ന ടെൻഷനായിട്ട് അവള് ആ ഒരു എക്സിബിഷൻ ഗ്രൗണ്ടിൽ എല്ലായിടത്തും അവളത് അന്വേഷിക്കണം. അങ്ങനെ പലരോടും ചോദിച്ചു, പക്ഷെ കിരീടം എവിടെയും കണ്ടില്ല. അപ്പൊ അവൾക്ക് മനസ്സിലാവും എവിടെയോ അത് കളഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് അവളിങ്ങനെ സങ്കടത്തോടുകൂടി ഇങ്ങനെ തിരിച്ചു നടക്കണം. അങ്ങനെ നേരെ എന്ത് ചെയ്തു, അവള് വീണ്ടും ആ കടയിലേക്ക് പോകണം. എന്നിട്ട് പറയുക, ഈ കിരീടമാണ് തന്നെ രക്ഷിച്ചത്, ആ ഒരു കിരീടം അതുപോലത്തെ ഒരു കിരീടം കൂടി എനിക്ക് വേണമെന്ന് കടയുടെ ഓണറോട് ഇവള് പറയണം. അപ്പൊ ഇത് കേട്ടിട്ട് കടയുടമ ചിരിച്ചുകൊണ്ട് പറയണ, കുട്ടി നിങ്ങൾ ആ കിരീടം, നിങ്ങളുടെ കിരീടം ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ അത് പെട്ടെന്ന് ധൃതിയിൽ പോയ സമയത്ത് അത് തലേന്ന് താഴെ വീണിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അത് കേട്ടില്ല. അപ്പൊ ആ വാക്കുകൾ കേട്ടപ്പോൾ ജൂലിയാന അങ്ങനെ സ്തംഭിച്ചു പോയി. അപ്പോഴാണ് അവൾക്ക് ആ വലിയൊരു സത്യം മനസ്സിലായത്. ആ വേദിയിൽ അവള് കിരീടം ഇല്ലാണ്ടാണ് നൃത്തം ചെയ്തത്. ആയിരക്കണക്കിന് ആൾക്കാരെ ആകർഷിച്ചതും എഴുന്നേറ്റ് എന്നിട്ട് കൈയടിച്ചതൊക്കെ തന്റെ ആ ഒരു ബാഹ്യ സൗന്ദര്യമായിരുന്നില്ല, മറിച്ച് തന്റെ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥ കഴിവായിരുന്നു എന്ന് അവള് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ടാലന്റ് ഈസ് ദ ട്രൂ ക്രൗഡ്.
കാണികൾ ആകർഷിച്ചതും അവരെ കൊണ്ട് കൈയടിപ്പിച്ചതൊക്കെ ജൂലിയാനയുടെ ബാഹ്യ സൗന്ദര്യമായിരുന്നില്ല അല്ലെ, മറിച്ച് അവളുടെ ആ ഒരു അസാമാന്യമായിട്ടുള്ള ആ ഒരു കഴിവായിരുന്നു. അപ്പൊ ഒരാളുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ആളുടെ ബാഹ്യരൂപത്തിലോ അല്ലെങ്കിൽ ആളുടെ വസ്ത്രങ്ങളിലോ അല്ല ഇരിക്കുന്നത്. അപ്പൊ നമ്മളും ഇതുപോലെ എന്താണ് പല സിറ്റുവേഷനിലും നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ പല അപകർഷതാബോധങ്ങളും നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകള് എന്താണ് പുറത്ത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഒരിക്കലും നമ്മളുടെ ഇതുപോലുള്ള ഇത് തടസ്സമാവരുത് എന്നുള്ളതാണ് ഒരു മെസ്സേജ്. പിന്നത്തെ രണ്ടാമത്തെ ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ഇസ് ദ മാജിക്. ആ കിരീടം ജൂലിയാനയ്ക്ക് നൽകിയത് സൗന്ദര്യമായിരുന്നില്ല, മറിച്ച് എന്തായിരുന്നു, ഞാൻ സുന്ദരിയാണെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അവൾക്ക് ഉണ്ടായിരുന്നത്. പലപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഒരു സക്സസിന് തടസ്സാവുന്നത് നമ്മുടെ കഴിവില്ലായ്മ ഇരിക്കൂല, മറിച്ച് നമുക്ക് തന്നെ നമ്മളിലുള്ള ഒരു വിശ്വാസക്കുറവുണ്ടാവും. അതാണ് പലപ്പോഴും നമ്മളെ വിജയങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു തടസ്സാവുന്നത്. അപ്പൊ നമ്മള് മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദ പ്രിസൺ ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഈ അപകർഷതാബോധം എന്ന് പറയുന്നത് ഒരു പ്രിസൺ ആണ്. നമുക്ക് പല രീതിയിലുള്ള ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരിക്കും അല്ലെ. തനിക്ക് വേണ്ടത്ര സൗന്ദര്യം ഇല്ല എന്നുള്ള ഒരു കോംപ്ലക്സ് ആണ് ജൂലിയാന ഇത്രയും കാലം പിന്നോട്ട് വലിച്ചത്. അപ്പൊ നമ്മൾ തന്നെ സ്വയം സൃഷ്ടിക്കണതാണ് ഇത്തരം അപകർഷതാബോധങ്ങളൊക്കെ. ഇത് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പൊ നമ്മള് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ നമ്മൾ നിൽക്കും. അപ്പൊ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളെ സ്വയം വില കുറച്ച് കാണിക്കുന്നത് നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ കഴിവുകളിൽ അഭിമാനിക്കാനായിട്ട് ശീലിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ജൂലിയാനയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സൈക്കോളജി പറയാം. ദ സൈക്കോളജി ഓഫ് പ്ലാസിബോ ഇഫക്റ്റ് ആൻഡ് സെൽഫ് എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൈക്കോളജിയിൽ, അതായത് മനഃശാസ്ത്രത്തിൽ ഇതിന് പ്ലാസിബോ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞത്, അതായത് ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ നമ്മളെ മാറ്റൂന്ന് നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുമ്പോ നമ്മുടെ ഉള്ളിലത്തെ പോസിറ്റീവായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അതായത് ഇപ്പൊ ജൂലിയാനയുടെ കാര്യത്തിൽ തന്നെ ആ കിരീടം ഒരു മെഡിസിൻ ആയിട്ട് പ്രവർത്തിച്ചല്ലേ, പക്ഷെ മാറ്റം കൊണ്ടുവന്നത് കിരീടായിരുന്നില്ല, അവളുടെ ഉള്ളിലുള്ള ഒരു സെൽഫ് എഫിഷ്യൻസി, അതായത് സ്വന്തം കഴിവില് അവൾക്ക് ഉണ്ടായ ഒരു വിശ്വാസമാണ്. അപ്പോ മനഃശാസ്ത്രത്തിൽ ഈ ഒരു ഇഫക്റ്റിനെ പ്ലാസിബോ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മളെ മാറ്റൂന്ന് നമ്മൾ ആഴത്തി വിശ്വസിക്കുമ്പോ എന്താണ്, നമ്മളുടെ ഉള്ളില് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ വിജയത്തിന് കാരണമായിട്ട് ഉള്ളതൊക്കെ ബാഹ്യമായിട്ടുള്ള ഘടകങ്ങളാണെന്ന് വിജയിക്കാറുണ്ട്. നമ്മൾ ലക്ക്, അതുപോലെ നമ്മുടെ അപ്പിയറൻസ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടൂൾസ്, ഇതൊക്കെയാണെന്ന് വിജയിക്കാറുണ്ട്. എന്നാൽ നമുക്ക് വിജയിക്കാൻ വേണ്ടത് പുറമേ ഉള്ള ഈ ആഭരണങ്ങളൊന്നല്ല, നമ്മുടെ കഴിവില് നമ്മൾക്ക് തന്നെയുള്ള ആഴത്തിലുള്ള വിശ്വാസം. അപ്പൊ നമ്മൾ തന്നെ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിലും ആ ഒരു തേജസ് പ്രതിഫലിക്കുന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് എന്തെങ്കിലും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളോ അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള നമ്മളിൽ എന്തെങ്കിലും തന്നെ വിശ്വാസക്കുറവോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളെ ചിന്തിച്ച് നോക്കുക. നമ്മളിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്ക് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നതും നമ്മൾക്ക് കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ സ്റ്റോറിക്ക് പോവാം. രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് മദീനയിൽ നടന്നിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഖലീഫ ഉമർ എന്ന് കേട്ടിട്ടില്ലേ? അതായത് മുസ്ലിങ്ങളുടെ ഭരണാധികാരിയാണ്. ഖലീഫമാരെന്ന് വിളിക്കും. മക്ക മദീന ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നവരെ ഖലീഫമാരെന്ന് വിളിക്കും. അപ്പൊ മദീന പട്ടണത്തിൽ നടന്നിട്ടുള്ള ഒരു
സ്റ്റോറിയാണ് പറയുന്നത്. ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഖലീഫ ഉമർ എന്ന് പറയുന്നത് തന്റെ പ്രജകളോട് അത്രയും ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങനെ വേഷം മാറിയിട്ട് ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ നടക്കും. എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ, ആർക്കെങ്കിലും വല്ല കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ വേഷം മാറിയിട്ടൊക്കെ നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി സ്റ്റോറീസ് ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതുപോലെ വേഷം മാറി നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അപ്പൊ ഖലീഫ ഉമർ എന്താണ് മദീനയിലെ ആ ഒരു രാത്രി സമയം, കോടമഞ്ഞും തണുത്ത കാറ്റൊക്കെ വീശിയെടുക്കുന്ന ഒരു രാത്രിയിൽ എന്താണ് ഖലീഫ ഉമർ ഈ ഒരു മരുഭൂമിയിൽ കൂടി ഇങ്ങനെ നടക്കണം. അപ്പൊ നടക്കുന്ന സമയത്ത് അകലന്ന് ഒരു ചെറിയൊരു വെളിച്ചം ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അദ്ദേഹം വിചാരിക്കണം, മുമ്പൊന്നും ഇങ്ങനെ ഒരു വെളിച്ചം അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ, അവിടെ എന്തോ ഒരു ആരോ ഉണ്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു തമ്പടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവണം. അങ്ങനെ അദ്ദേഹം ആ ഒരു വെളിച്ചത്തിനെ ലക്ഷ്യാക്കിയിട്ട് അവിടേക്ക് നടന്നു പോകുമ്പോ അവിടെ ആ ഒരു തമ്പിന്റെ അടുത്തെത്തിയപ്പോ അവിടുന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഭയങ്കര ഒരു ദയനീയമായിട്ടുള്ള ഒരു കരച്ചിൽ, വേദന കൊണ്ട് പൊളയുന്ന ഒരു സ്ത്രീയുടെ ഒരു ഞരക്കം കേൾക്കണം അതിന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ ഖലീഫ അവിടെ ചോദിക്കണം, ഇവിടെ ആരുമില്ലേന്ന് വിളിച്ച് ചോദിക്കണം. അങ്ങനെ ചോദിക്കണ സമയത്ത് ആ ഒരു തമ്പിന്റെ വാതിൽ തുറന്നിട്ട് ഒരു ഗ്രാമീണൻ പുറത്ത് അപരിചിതനായിട്ടുള്ള ഒരാള് വരികയാണ്. അപ്പൊ ഉമർ അദ്ദേഹത്തിനോട് ചോദിക്കണം, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്താണ് ഇവിടെ ഇങ്ങനെ എന്താണെന്ന് ചോദിക്കണം. അപ്പൊ അയാള് ഭയങ്കര വിഷമത്തോടു കൂടിയിട്ട് സങ്കടത്തോടു കൂടി പറയണ, ഞാനൊരു ഗ്രാമീണനാണ്, എന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വന്നപ്പോ ഖലീഫ ഉമറിന്റെ ആളുകളെ കണ്ടിട്ട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്, ഞാനും എന്റെ ഭാര്യയും കൂടി വന്നതാണ്. അവര് പ്രജകളുടെ കാര്യത്തിൽ സ്നേഹമുള്ളവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ തമ്പടിക്കേണ്ടി വന്നു എന്ന് പറയണം. അപ്പൊ ഖലീഫ ചോദിക്കണം, അകത്ത് ആരാണ് കരച്ചിൽ കേൾക്കണത്, ആരാണെന്ന് ചോദിക്കണം. അപ്പൊ പറയണ, എന്റെ ഭാര്യയാണ്, അവർക്ക് പ്രസവ വേദന തുടങ്ങിയിരിക്കണ്, ഞങ്ങൾ ആകെ സങ്കടത്തിലാണ്, ഈ ഒരു മരുഭൂമിയില് അവളെ നോക്കാനോ പരിചരിക്കാനോ ഒന്നും വേറെ സ്ത്രീകളൊന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ പകച്ചു നിൽക്കണം എന്ന് പറയും. അപ്പൊ ഖലീഫ ചോദിക്കണം, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാള് പറയണ ഇല്ലാന്ന് പറഞ്ഞിട്ട് അയാള് വിഷമത്തോടെ പറയുന്നു. അപ്പൊ ഖലീഫ ഉമർ അവരെ ആശ്വസിപ്പിച്ചിട്ട് പറയണ, നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും, അവരെ പരിചരിക്കാനായിട്ട് ഒരു സ്ത്രീനായിട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് ഖലീഫ ധൃതിയില് ആ ഇരുട്ടില് നടന്നു പോകണം. അങ്ങനെ അദ്ദേഹം നേരെ തന്റെ വീട്ടിലെത്തിയിട്ട് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ ഉമ്മു കുൽസൂമിനെ വിളിച്ചുണർത്തണം. എന്നിട്ട് പറയണ, പ്രിയപ്പെട്ടവളെ, നിനക്കൊരു വലിയൊരു ദൈവത്തിന്റെ പ്രീതി നേടാനായിട്ട് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ കൊടും തണുപ്പില് മരുഭൂമിയിലെ ഒരു തമ്പിൽ ഒരു സാധു സ്ത്രീ പ്രസവ വേദന കൊണ്ട് പൊളയണുണ്ട്, അവളെ പരിചരിക്കാൻ അവിടെ വേറെ ആരുമില്ല, സ്ത്രീകൾ ആരും തന്നെ ഇല്ല, നീ ആ ജോലി ഏറ്റെടുക്കുമെന്ന് ചോദിക്കണം. അപ്പൊ അവര് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അതിന് പൂർണ്ണമായിട്ട് സമ്മതിക്കും. അങ്ങനെ വേഗം അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് ആ അപരിചിതർക്ക് അവർക്ക് കഴിക്കാനായിട്ടുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളും ഭക്ഷണ സാധനങ്ങളും അരിയും അതുപോലെ മാവും എണ്ണയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ള വലിയൊരു ഭാണ്ഡം ഈ ഖലീഫ ചുമലിൽ ഏറ്റിക്കൊണ്ട് ഭാര്യനായിട്ട് ആ തമ്പിക്ക് നടക്കുക. അങ്ങനെ അവിടെ എത്തിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറണം, ആ സ്ത്രീക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുക്കണം. ആ സമയത്ത് ഉമറും ഗ്രാമീണനും കൂടിയിട്ട് പുറത്ത് തണുപ്പത്ത് അടുപ്പൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കണം. അപ്പൊ അപ്പൊ ഖലീഫ ഉമർ ആണെങ്കിൽ ആ സമയത്ത് വിറക് കത്തിച്ചിട്ട് ഊതി, ആ ഒരു നല്ല തണുപ്പൊക്കെ ആണല്ലോ, വിറക് കത്തിച്ചിട്ട് ഊതി അടുപ്പൊക്കെ കത്തിക്കുകയാണ് ഭക്ഷണങ്ങൾ പാകം ചെയ്യാനായിട്ട്. ഇങ്ങനെ കാണുമ്പോ ആ ഒരു ഗ്രാമീണൻ ഭയങ്കര നന്ദിയോട് കൂടിയിട്ട് ഖലീഫനെ നോക്കണം. പെട്ടെന്ന് തമ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു ശബ്ദം പുറത്തു വരികയാണ്. അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ സുഹൃത്തിനെ ആ സന്തോഷ വാർത്ത അറിയിക്കുക, ദൈവം അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞിനെ സമ്മാനിച്ചേക്കാണ്, അമ്മയും കുഞ്ഞും സുഖമായിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അമീറുൽ മുഅ്മിനീന് ഉമർ ഖലീഫ ഉമറിനെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേരാണ്, വിശ്വാസികളുടെ ഭരണാധികാരി എന്നുള്ളതാണ്
അതിന്റെ അർത്ഥം. അപ്പൊ അത് കേൾക്കുമ്പോ, ആ ഒരു പേര് കേൾക്കുമ്പോ ഈ ഗ്രാമീണൻ ഞെട്ടിപ്പോവാണ്, ആളാകെ സ്തംഭിച്ചു പോവാണ്. അപ്പൊ അത്രയും നേരം തന്റെ കൂടെ വിറക് കത്തിച്ചു തീയൂതി കത്തിച്ചുകൊണ്ടിരുന്ന ആ അപരിചിതൻ എന്ന് പറയുന്നത് ഈ ഒരു ഇത് ഭരിക്കുന്ന ഖലീഫ ഉമർ ആണെന്നുള്ള സത്യം അയാൾക്ക് തീരെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അകത്താണെങ്കിൽ തന്റെ ഭാര്യനെ പരിചരിക്കുന്നത് ഖലീഫയുടെ ഭാര്യ. അപ്പൊ അയാൾക്ക് ഇങ്ങനെ എന്താ സ്നേഹവും ബഹുമാനവും കണ്ട് അയാളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകണം. അങ്ങനെ അയാള് ഖലീഫിനോട് നന്ദിയൊക്കെ പറയുന്നു. പക്ഷെ ഖലീഫ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് അവര് കൊണ്ടുവന്ന ഭക്ഷണവും ഒക്കെ പാകം ചെയ്ത് അവർക്ക് സമ്മാനിച്ചിട്ട് ഭാര്യനെയും കൂട്ടി ആ മരുഭൂമിയിലെ ഇരുട്ടിലേക്ക് നടന്നു മറിയണം. അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ലീഡർഷിപ്പ് ഈസ് സർവീസ്. നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആജ്ഞാപിക്കാനുള്ള ഒരു അധികാരമല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ്. നമുക്കിപ്പോ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വരാൻ പോവാണ് അല്ലെ. അപ്പോൾ ശരിക്കും ഈ ഒരു ഖലീഫ ഉമർ തന്റെ ചുമലില് ബാണ്ടക്കേറ്റി ഒരു സാധാരണക്കാരനെ പോലെ വിറകൊക്കെ കത്തിച്ച് ഇത് വലിയൊരു പാടാണ് നൽകുന്നത്. പദവികളൊക്കെ എത്ര വലുതാണെങ്കിലും മനുഷ്യന്റെ യഥാർത്ഥ വലിപ്പം എന്ന് പറയുന്നത് അത് അളക്കപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം ഇറങ്ങി ചെല്ലാൻ തയ്യാറാകുന്നു എന്നുള്ളതിലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ട് സങ്കടപ്പെടുക മാത്രമല്ല, അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ സുഖങ്ങൾ മാറ്റിവെക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന് തയ്യാറാവാന്നുള്ളതാണ്, അതിനു വേണ്ടിയിട്ട് കർമ്മനിരതരാവുക എന്നുള്ളതാണ് എംപതി. അതിലാണ് എംപതി ഇരിക്കുന്നത്. ഇപ്പൊ ആ രാത്രിയിൽ വേണമെങ്കിൽ ഖലീഫയ്ക്ക് എന്ത് ചെയ്യായിരുന്നു, ആളുകളൊക്കെ അങ്ങോട്ട് അയക്കായിരുന്നു. പക്ഷെ ആള് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് സ്വന്തം ഭാര്യനെയും കൂട്ടി ആ കൊടും തണുപ്പില് നേരിട്ട് വന്നിട്ട് ചെയ്തു. അപ്പൊ ഇത് സഹജീവി സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു പ്രവൃത്തിയാണ്. പിന്നെ വേറൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിലിറ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓർണമെന്റ്. എളിമയാണ് ഏറ്റവും വലിയ അലങ്കാരം. അധികാര സമ്പത്തൊക്കെ വരുമ്പോൾ മനുഷ്യന്മാരിൽ പലപ്പോഴും അഹങ്കാരം ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മള് ഖലീഫ ഉമറിന്റെ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ താൻ ആരാണെന്ന് പോലും വെളിപ്പെടുത്ത പോലും ചെയ്യാണ്ട് എന്താണ് അദ്ദേഹം ആ ഒരു മരുഭൂമിയിലെ ഇരുട്ടികൾക്ക് നടന്നു നീങ്ങാണ് ചെയ്തത്. നമ്മൾ ചെയ്യുന്ന സഹായങ്ങളും നന്മകളൊക്കെ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനല്ല, മറിച്ച് നമ്മളുടെ കടമയാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കാനായിട്ട് നമുക്ക് ശീലിക്കാം. അപ്പോ ഇതാണ് രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൈക്കോളജി പറയാം. ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന സൈക്കോളജി ഓഫ് എംപതി മനഃശാസ്ത്രത്തില് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ എംപതി എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് എംപതി എന്ന് പറയുന്നത്. ഈ എംപതി എന്ന് പറയുന്നത് വെറുതെ മറ്റുള്ളവരോട് തോന്നുന്ന ഒരു സിമ്പതി അല്ല, സഹതാപല്ല, അതിന് വ്യത്യസ്തമാണ് അല്ലെ. സിമ്പതി എന്ന് പറയുന്നത് ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ സങ്കടപ്പെടുന്നതാണെങ്കിൽ, എംപതി എന്ന് പറയുന്നത് അവരുടെ സ്ഥാനത്ത് നിന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കർമ്മനിരതരാകുന്ന ആ ഒരു പ്രവൃത്തിയാണ്. അപ്പോ ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, എംപതിയാണ്. നമ്മുടെ കൂടെ ഉള്ളവരുടെ പ്രശ്നങ്ങൾ പുറമെന്ന് കാണാണ്ട് അവരുടെ സ്ഥാനത്ത് നിന്നിട്ട്, നമ്മുടെ റിലേറ്റീവ്സ് ആയാലും അയൽവക്കക്കാരായാലും കൊളീഗ്സ് ആയാലും ആരായാലും അവരുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യന്മാരാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റോറി പറയുന്നത്. ഇനി ഒരു ചെറിയ സ്റ്റോറിയും കൂടി, മൂന്നാമത്തെ സ്റ്റോറിയും കൂടി പറയാം. കാണുന്നില്ലേ? ഷെയർ ചെയ്തത് കാണുന്നില്ലേ? ഹലോ, എല്ലാവരും അവിടെ ഇല്ലേ? കഥയൊക്കെ കേട്ട് ഉറങ്ങിയിട്ടില്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളുടെ മൂന്നാമത്തെ സ്റ്റോറി നമുക്കൊരു കോട്ടോട് കൂടി തന്നെ തുടങ്ങാം. ഹാപ്പിനെസ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് പ്രോബ്ലംസ്, ഇറ്റ്സ് ദ എബിലിറ്റി ടു ഡീൽ വിത്ത് ദം. സന്തോഷം എന്ന് പറയുന്നത്
ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ല, മറിച്ച് നമ്മൾ ആ പ്രശ്നങ്ങളെ എത്രത്തോളം ക്രിയാത്മകമായിട്ട് നമ്മൾക്ക് ആ പ്രശ്നത്തിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള നമ്മുടെ കഴിവാണ് സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് പോവാം. പേർഷ്യയിലെ ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അവിടെ ഒരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. അതായത് ഈ തറികളിലൊക്കെ കളർഫുൾ ആയിട്ടുള്ള നൂലുകളൊക്കെ കോർത്തിണക്കിയിട്ട് വസ്ത്രങ്ങളൊക്കെ നെയ്യുന്നതിൽ ഈ ഒരു നെയ്ത്തുകാരൻ ഭയങ്കര വിദഗ്ധനായിരുന്നു. അങ്ങനെ അദ്ദേഹം രാവും പകലൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആള് സാമ്പത്തികമായിട്ട് വളരെ നല്ല നിലയിലായിരുന്നു. പുറമെന്ന് നോക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുള്ള ആളാണെന്നാണ് തോന്നുക. പക്ഷെ അദ്ദേഹത്തിന് ഉള്ളിലുള്ള അവസ്ഥ അതായിരുന്നില്ല. ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുന്ന ജീവിത പ്രശ്നങ്ങളുടെ വലിയൊരു ഭാരം അയാളുടെ മനസ്സിൽ എപ്പോഴും അയാൾ ഇങ്ങനെ കൊണ്ടു നടക്കും. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അയാളിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളായിരുന്നു. അതായത് ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് തീരുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം. അപ്പൊ ഇയാളിങ്ങനെ വിചാരിക്കുകയാണ് തന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്ര അധികം ദുരിതങ്ങൾ എന്ന് വിചാരിച്ചിട്ട് അയാൾ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെടും. അങ്ങനെ അയാൾ വിചാരിക്കണം ഒരു പ്രശ്നവും ഇല്ലാണ്ട് പൂർണ്ണമായിട്ടൊരു പീസോട് കൂടി സമാധാനത്തോടു കൂടി ഉള്ള ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ കൊതിക്കുകയാണ്. അങ്ങനെയാണ് ആ ഒരു ഗ്രാമത്തിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു സൂഫി വര്യൻ ആളുടെ ശിഷ്യന്മാരോടൊപ്പം ആ പട്ടണത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഇദ്ദേഹം അറിയണം. അങ്ങനെ അയാൾക്ക് തോന്നണ് അദ്ദേഹം ഭയങ്കര ജ്ഞാനിയാണല്ലോ. സൂഫി വര്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര ജ്ഞാനിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അയാൾക്ക് പറയാൻ കഴിഞ്ഞേക്കുമെന്ന് ഇയാള് വിശ്വസിക്കണം. അങ്ങനെ ഇയാള് ഈ സൂഫി വര്യനെ കാണാൻ വേണ്ടിയിട്ട് ആളുടെ ആശ്രമത്തിൽ എത്തും. അങ്ങനെ സൂഫി വര്യനോട് തന്റെ പ്രശ്നങ്ങൾ മുഴുവനും പറയണ ആ ഒരു സങ്കടങ്ങളുടെ ആ ഒരു ഭാണ്ഡപ്പെട്ട് അവിടെ ഇരിക്കണം. അപ്പൊ പറയണ ഞാൻ ഭയങ്കര തളർന്നിരിക്കണ്. എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ചിലപ്പോ ജോലി സ്ഥലത്ത്, ചിലപ്പോ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കുടുംബത്തില്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ചങ്ങലയൊക്കെ ഇടുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടണം. എനിക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ ഒരൊറ്റയടിക്ക് അവസാനിപ്പിക്കണം. എന്നിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരിത് പറഞ്ഞു തരണം എന്ന് ഈ ഗ്രാമീണൻ ഇയാള് പറയുന്നു. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് സൂഫി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയണ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ നാളെ രാവിലെ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് എനിക്ക് നീ ഒരു ചെറിയൊരു ഉപകാരം, ഒരു ഹെൽപ്പ്, ഒരു ഫേവർ ചെയ്യണം എന്ന് പറയും. അപ്പൊ ഇയാൾക്ക് കുഴപ്പമില്ല. കാരണം സങ്കടങ്ങൾക്കൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നെയ്ത്തുകാരൻ സമ്മതിക്കുന്നു. അങ്ങനെ സൂഫി പറയണം ഇന്നലെ ഞാൻ ഇവിടെ ഈ നാട്ടിൽ വന്നപ്പോ ഒരു ധനികനായിട്ടുള്ള ഒരു വ്യാപാരി എനിക്ക് 100 ഒട്ടകങ്ങളെ സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ പുറത്തുള്ള ഒരു കൂടാരത്തിൽ അതിനെ കെട്ടിയിട്ടുണ്ട്. നീ ഇന്ന് രാത്രി അതിനൊക്കെ കാവല് നിൽക്കണം എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു പണിയേ ഉള്ളൂ. ആ 100 ഒട്ടകങ്ങളും താഴെ കിടന്നതിന് ശേഷം മാത്രം നീ പോയി കിടക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ ഇയാള് വിചാരിക്കണ ഇത് നല്ല എളുപ്പമുള്ള പണിയാണല്ലോ, ഇത് കുഴപ്പമില്ല. അതായത് ആ 100 ഒട്ടകങ്ങള് എല്ലാതും താഴെ കിടക്കണ വരെയുള്ളൂ തനിക്ക് ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ തനിക്ക് പോയി കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഈ നെയ്ത്തുകാരൻ അത് ഏറ്റെടുത്തിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ആ കൂടാരത്തേക്ക് പോകണം. അങ്ങനെ രാത്രി പക്ഷെ ആ രാത്രി എന്ന് പറയുന്നത് ആ നെയ്ത്തുകാരന്റെ ജീവിതത്തിലെ വലിയൊരു ദുരിതമായിട്ട് മാറുന്നു. അയാള് കൂടാരത്തിൽ എത്തിയപ്പോ കുറച്ച് ഒട്ടകങ്ങൾ മാത്രം അവിടെ താഴെ കിടക്കണുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ നിൽക്കായിരുന്നു. അങ്ങനെ അയാൾ എന്ത് ചെയ്യും, അതിലൊരു ഒട്ടകത്തിനെ പിടിച്ച് നിർബന്ധിച്ച് താഴെ കിടത്തു. എന്നിട്ട് അടുത്തതിനെ കെടുത്താൻ പോയപ്പോ ആദ്യം കിടത്തിയ ഒട്ടകം എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ അയാൾ ഓടിച്ചെന്ന് വീണ്ടും അതിനെ കെടുത്തി തിരിഞ്ഞു നോക്കിയപ്പോ നേരത്തെ സ്വയം കിടന്നിരുന്ന 3 ഒട്ടകങ്ങൾ എഴുന്നേറ്റ് നടക്കുക. അയാൾക്ക് അങ്ങനെ പ്രാന്ത് പിടിക്കണ പോലെ തോന്നും. ചില ഒട്ടകങ്ങൾ അയാൾ എത്ര ശ്രമിച്ചിട്ടും താഴെ കെടുക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. എന്നാ അയാൾ ശ്രദ്ധിക്കാണ്ട് വിട്ട ചില ഒട്ടകങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ പോയിട്ട് കെടുക്കുകയും ചെയ്യും. ആ രാത്രി മുഴുവൻ അയാൾ എന്ത് ചെയ്യുക, ആ 100 ഒട്ടകങ്ങളെ ഒരേ സമയം കെടുത്താനായിട്ട് അയാൾ സർവ ഇതുകൾ എടുക്കണം, ഓടി നടക്കണം അയാൾ. പക്ഷെ എല്ലാം കൂടി ഒരേ സമയം കെടുക്കണം ഒരു നിമിഷം പോലും ആ രാത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിറ്റേന്ന് അയാള് രാവിലെ തന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്.
ആ കേൾക്കുന്നുണ്ട്. സാറിന് കേൾക്കുന്നില്ലേ? ഓക്കെ സോറി. ആ ഓക്കെ. അപ്പൊ അങ്ങനെ അയാള് രാവിലെ എന്താണ് ഒരേ സമയം കിടക്കുന്ന എല്ലാ ഒട്ടകങ്ങളും കൂടെ കിടക്കുന്ന ഒരു നിമിഷം ആ രാത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അയാൾ അങ്ങനെ ക്ഷീണിച്ച കണ്ണുകളായിട്ട് രാവിലെ തന്നെ സൂഫിയുടെ അടുത്ത് വന്നിട്ട് പറയണം, കഴിഞ്ഞ സൂഫിയുടെ അടുത്തേക്ക് വരണം. അപ്പൊ സൂഫി പറയണ്, കഴിഞ്ഞ രാത്രിയിൽ നിനക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്നു. അപ്പൊ അയാൾക്ക് ദേഷ്യം വരണം. അയാൾ എഴുത്തുകാരന് ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് പറയണ്, ഇന്നലെ രാത്രി എനിക്ക് ഒരു നിമിഷം പോലും കണ്ണടക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ 100 ഒട്ടങ്ങളെയും ഒരേ സമയം കെടുത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചു. ഒന്നിനെ കെടുത്തുമ്പോ മറ്റൊന്ന് എണീക്കും. ചിലത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും തന്നെ കിടന്നില്ല. എന്നാൽ ഞാൻ തിരിഞ്ഞു നടന്നപ്പോ അത് തന്നെ കെടുക്കുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം കൂടി, എല്ലാ ഒട്ടങ്ങളും കൂടി ഒന്നിച്ച് കിടക്കണ ഒരു സമയം ഇന്നലെ രാത്രി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ സൂഫി വര്യൻ ചിരിച്ചുകൊണ്ട് പറയണ, ഇതിന് നീ വലിയൊരു സത്യം മനസ്സിലാക്കണം. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഈ 100 ഒട്ടകങ്ങളെ പോലെയാണ്. അപ്പോ എഴുത്തുകാരൻ ഇങ്ങനെ അത്ഭുതത്തോടെ എന്താണ് സൂഫി പറയാൻ പോകുന്നത് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ ഒട്ടകങ്ങളില് ചിലത് ഇന്നലെ രാത്രി ഈ നെയ്ത്തുകാരൻ ഒന്നും ചെയ്യാണ്ട് തന്നെ സ്വയം കിടന്നു. അതായത് ചില പ്രശ്നങ്ങൾ എങ്ങനെയാണ് കാലക്രമേണ താനെ പരിഹരിക്കപ്പെടുന്നുള്ളതാണ്. മറ്റു ചിലത് പരിശ്രമിച്ചപ്പോ താഴെ കിടന്നു. ചില പ്രശ്നങ്ങളും അങ്ങനെയാണ്, നമ്മുടെ ഇടപെടൽ അല്ലെ, നമ്മൾ അത് പരിഹരിക്കാൻ ശ്രമിക്കും, അപ്പൊ അത് സോൾവ് ആവും. എന്നാൽ മറ്റ് ചില ഒട്ടകങ്ങള് ഈ നെയ്ത്തുകാരൻ എത്ര നിർബന്ധിച്ചിട്ടും കിടക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഇയാൾ അതിനെ വിട്ടു പോയപ്പോ അത് സ്വയം അവിടെ കിടക്കുകയും ചെയ്തു. അതുപോലെ ചില പ്രശ്നങ്ങൾ എത്ര പരിശ്രമിച്ചാൽ ആ സമയത്ത് പരിഹരിക്കപ്പെടൂല, അപ്പൊ അതിനെ വെറുതെ വിട, സമയം വരുമ്പോ അത് താനെ ശരിയാകും. അപ്പൊ നെയ്ത്തുകാരനോട് ഈ സൂഫി പറയണത്, നീ ഒരു ഒട്ടകത്തെ കിടത്തുമ്പോ മറ്റൊരു ഭാഗത്ത് വേറൊരു ഒട്ടകം എണീക്കുന്നു. ഇതുപോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം തലമുക്കും. അതാണ് നമ്മുടെയൊക്കെ ലൈഫിന്റെ ഒരു നാച്ചുറൽ എന്ന് പറയുന്നത്. അപ്പൊ സൂഫി എന്നാൽ അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. 100 ഒട്ടകങ്ങളും ഒരേ സമയം കിടക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഉണ്ടാവൂല. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് സമാധാനത്തോട് ജീവിക്കാൻ തുടങ്ങുന്ന കരുതിയ ഈ ഒട്ടകങ്ങൾക്ക് കാവല് നിൽക്കണ പോലെ തന്നെ നമ്മുടെ ജീവിതവും എന്തായും മാറും. മുഴുവൻ ഉറക്കില്ലാണ്ട് നീ കഷ്ടപ്പെടുന്നു എഴുത്തുകാരനോട് പറയുന്നു. പ്രശ്നങ്ങൾ പോകാൻ വരികയൊക്കെ ചെയ്യും, അതിനെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കാണ്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് അതിനെ നേരിടുക, അതിനെ മാറ്റി നിർത്തുക, ജീവിതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് സന്തോഷത്തോടെ പോകുക എന്നുള്ളതാണ്. അങ്ങനെ സൂഫിയുടെ ആ വാക്കുകളിൽ നിന്ന് അയാൾക്കൊരു ഇത് കിട്ടണം. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, മറിച്ച് പ്രശ്നങ്ങൾക്കിടയിലും അചഞ്ചലായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ജീവിതത്തിന് നമ്മൾ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് അയാൾ തിരിച്ചറിയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് പ്രോബ്ലംസ്. പ്രശ്നങ്ങളുടെ പ്രകൃതം തിരിച്ചറിയാന്നുള്ളതാണ്. ആ 100 ഒട്ടകങ്ങളെ പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ചില പ്രശ്നങ്ങൾ നമുക്ക് നിരന്തരമായിട്ട് പരിശ്രമം കൊണ്ട് നമുക്ക് സോൾവ് ആക്കാൻ പറ്റും. എന്നാൽ ചിലത് നമ്മൾ ഒന്നും ചെയ്യാണ്ട് തന്നെ അത് പിന്നീട് ആ ഒരു ടൈം വരുമ്പോൾ അത് താനില്ലാണ്ടാവും. മറ്റു ചില പ്രശ്നങ്ങളാണെങ്കിലോ ആ നിമിഷത്തിൽ നാം എത്രയൊക്കെ വാശി പിടിച്ചാലും പരിഹരിക്കപ്പെടുള്ളൂ. അതിന് സമയം നൽകിയിട്ട് നമ്മൾ മാറി നിൽക്കണം. നമ്മളെല്ലാത്തെയും ഒരേ സമയം നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ സമാധാനം കെടുത്തുള്ളൂ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, പെർഫെക്റ്റ് പീസ് ഈസ് എൻ ഇല്യൂഷൻ. സമ്പൂർണ്ണ ശാന്തത എന്ന് പറയുന്നത് അതൊരു മിഥ്യയാണ്. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ട് ഞാൻ സമാധാനത്തോടെ ജീവിതം തുടങ്ങുന്നു കരുതുന്ന വലിയൊരു മണ്ടത്തരം. ആ 100 ഒട്ടകങ്ങളും ഒരേ സമയം താഴെ കിടക്കുന്ന ഒരു നിമിഷം ഒരിക്കലും ഉണ്ടാകില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, മറ്റൊന്ന് തലവെക്കും. അതാണ് ഈ ഭൂമിയിലെ ജീവിതം. പ്രശ്നങ്ങളില്ലാത്തൊരു അവസ്ഥ അല്ല സമാധാനം എന്ന് പറയുന്നത്, മറിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കിടയിൽ മനസ്സിന്റെ ആ ഒരു കൺട്രോൾ, അതിന്റെ ആ ഒരു സമനില തെറ്റാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ പീസ്, യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതം മാറ്റിവെക്കാതിരിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം രാവും പകലും ഓടി നടന്നാൽ ആ നെയ്ത്തുകാരന്റെ പോലെ നമ്മുടെ ജീവിതം മുഴുവൻ ഉറക്കില്ലാണ്ട് കഷ്ടപ്പെടേണ്ടിട്ട്. പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലാതെ ജീവിതം മുഴുവനല്ല. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സ്വന്തം സന്തോഷവും ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടാണല്ലോ, എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം ഡൗൺ ആയിരിക്കും.
നമ്മൾ പിന്നെ ഒന്നും ചെയ്യില്ല. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ ഡൗൺ ആയിട്ട് പിന്നെ നമ്മൾ അത് ഒക്കെ ഉപേക്ഷിക്കും, ഉപേക്ഷിക്കും. അപ്പൊ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ കഴിയാത്തതിനൊക്കെ അതിന്റെ വഴിക്ക് വിടാം. ദൃഢമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് സന്തോഷത്തോടെ പോകുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി, ഈ മൂന്നാമത്തെ സ്റ്റോറിയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനായിട്ട് ബന്ധപ്പെട്ട ഒരു സൈക്കോളജി പറയാം. സൈക്കോളജി ഓഫ് റാഡിക്കൽ ആക്സെപ്റ്റൻസ്. അതായത് മനഃശാസ്ത്രത്തില് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു തെറാപ്പിറ്റിക് ആശയമാണ് ഈ റാഡിക്കൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള യഥാർത്ഥത്തിന് ആ ഒരു റിയാലിറ്റി നമ്മൾ യാതൊരു എതിർപ്പില്ലാതെ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആശയം എന്ന് പറയുന്നത്, റാഡിക്കൽ ആക്സെപ്റ്റൻസ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ചില സാഹചര്യവും പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള ആ ഒരു ഈ റിയാലിറ്റി, ആ ഒരു യഥാർത്ഥത്തിന് യാതൊരു എതിർപ്പില്ലാതെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കാന്നുള്ളത്. എല്ലാ പ്രശ്നങ്ങളെയും ഒരേ സമയം പരിഹരിച്ചിട്ട് ഒരു പെർഫെക്റ്റ് ജീവിതം ഉണ്ടാക്കാന്ന് കരുതുന്നത് തന്നെ തലച്ചോറിന്റെ ഒരു വലിയൊരു ഇല്യൂഷൻ, വലിയൊരു മിഥ്യയാണെന്നാണ് പറയുന്നത്. ചില ഒട്ടങ്ങളുടെ അവയുടെ പാട്ടിന് വിടാനായിട്ട് നമ്മൾ പഠിക്കണം. മാറ്റാൻ കഴിയുന്നവയെ മാറ്റാൻ ശ്രമിക്കുക, അല്ലാത്തതിന് അതിന്റെ വഴിക്ക് വിടുക. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങാന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കല്ലേ, പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിക്കും. പക്ഷെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ജീവിക്കാൻ തുടങ്ങാന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാല് ജീവിതം എന്ന് പറയുന്നത് തീരാത്ത ഒരു പോരാട്ടം മാത്രമായിട്ട് അവസാനിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ 3 സ്റ്റോറീസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഫസ്റ്റത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ജൂലിയാനയുടെ സ്റ്റോറി ആയിരുന്നു. അതായത് നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് പുറത്തുനിന്നുള്ള ഇതുകളിലല്ല, നമ്മളുടെ കഴിവുകളിൽ അത്രയും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഖലീഫ ഉമറിന്റെ സ്റ്റോറി ആയിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾക്ക് യാതൊരു പരിചയമൊന്നും ഇല്ലാത്ത ഒരാള് നമ്മളെ പെട്ടെന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? അതൊരു ചെറിയൊരു കാര്യമായിക്കോട്ടെ, പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് അതൊരു വലിയൊരു ഹെൽപ്പായിരിക്കും. നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് അങ്ങനെ ഒരു സഹായം, ഒരു ഫേവർ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതായത് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റോറി എന്നുള്ള ആ ഒരു ഇതിൽ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലെ ചിലപ്പോ. അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളായിരിക്കും നമ്മൾ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും ചിലപ്പോ നമ്മളെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. ഒരു ഹെൽപ്പ്, നമ്മൾ അറിയാത്ത ഒരു പരിചയമില്ലാത്ത ഒരാള് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? മാം, ഇത് എനിക്കൊരു ജസ്റ്റ് പറയാൻ, ഞാൻ ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോന്ന് എനിക്ക് അറിയണില്ല. ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റേഷൻ ബാംഗ്ലൂർക്കായി ട്രാവൽ ചെയ്ത് ഏർലി മോർണിംഗ് ഡിഫറെന്റ് ട്രെയിൻസ് ആയിരിക്കും ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ 3 tiers ആണല്ലോ, 3 അതിലാണ് ഞാൻ ബുക്ക് ചെയ്യുക. സ്റ്റേഷൻ എത്തിയപ്പോൾ സഡൻ ആയിട്ട് എണീച്ച് ഞാനും മോളും ഇറങ്ങി നമ്മളുടെ വിചാരം എല്ലാ സാധനങ്ങളും എടുത്തു. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാൻ പാടാത്ത ഒരു എന്റെ മൊബൈലായിരുന്നു. അത് കണ്ടില്ല, ഇരുട്ടാണ്, എല്ലാവർക്കും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ട് ലൈറ്റ് ഇട്ടില്ല. അപ്പോ ഞാൻ ഇറങ്ങിയപ്പോ അപ്പുറത്തൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് അവൻ കണ്ടു ഈ മൊബൈൽ. ശരിക്കും ആ മൊബൈൽ എടുത്ത് എനിക്ക് തരാതിരിക്കാൻ പറ്റും, എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ മിസ്സായി എന്നുള്ളത്. അപ്പോ അയാൾ വന്നിട്ട് ആ മൊബൈൽ എടുത്ത് എനിക്ക് തന്നു. അത് എനിക്ക് ഫോർഗറ്റബിൾ അല്ല ഇന്നും, ബിക്കോസ് ആ മൊബൈൽ കൊണ്ട് എന്തും ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ്. പക്ഷെ മൊബൈൽ എനിക്ക് തിരിച്ചു തന്നപ്പോ എനിക്കത് അയാളുടെ ഓണസ്റ്റി എന്നുള്ളത് എനിക്ക് ഫീലായി. സോ ഇതൊന്ന് ശേഷം കുറച്ച് റീകളക്ട് ചെയ്താൽ കുറച്ച് കാര്യങ്ങളുണ്ട് മാം. എനിവേ ഞാനിപ്പോ മാം പറഞ്ഞത് ഇത് ഷെയർ ചെയ്തു. കണക്ട് ചെയ്യാൻ പറ്റുമോന്ന് എനിക്ക് അറിയണില്ല. താങ്ക് യു.
ശരിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ മറക്കൂല അല്ലെ? ഇതുപോലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്തവര് നമ്മളിങ്ങനെ ചിലപ്പോ ഹെൽപ്പ് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾക്കത് നല്ല ഓർമ്മയിലുണ്ടായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ മാം ഞാൻ ഫീഡ്ബാക്ക് പറയാം. മാം ആ. ഞാൻ കുറച്ച് മാമിന്റെ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ സെഷൻസ് ഒക്കെ കേൾക്കാറുണ്ട്. ഇന്നത്തെ സെഷൻ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. മാം നല്ല ഇമ്പ്രൂവ്മെന്റ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല മാം ഒരു സ്റ്റോറി പറഞ്ഞിട്ട് അതിലിരുന്ന് കിട്ടുന്ന മോറലും അത് കഴിഞ്ഞിട്ട് അതിനെ സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. 3 സ്റ്റോറീസും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. ആൻഡ് ആ സ്റ്റോറീസ് ഒക്കെ നമുക്കൊരു മെസ്സേജ് തരുന്ന ഒരു സ്റ്റോറീസ് ആയിരുന്നു. പിന്നെ ആ ലാസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ലൈഫിൽ ഈ പ്രോബ്ലംസിനെ പറയണേക്കാളും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ടേം വന്നിട്ട് ചാലഞ്ചസ് ആണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ആ ചാലഞ്ചസിനെ എൻഡ് ഇല്ല. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഏജിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഓരോരോ സ്റ്റേജ് ഓഫ് ലൈഫിലെ ചാലഞ്ചസ് നമുക്കുണ്ട്. ആ ചാലഞ്ചസിൽ നമ്മൾ ഗീവ് അപ്പ് ചെയ്യാതെ ആ ചാലഞ്ചസിനെ നമ്മൾ മുന്നോട്ട് ഫേസ് ചെയ്തിട്ട് മുന്നോട്ട്, ചിലത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, ചിലത് മാം പറയണ മാതിരി വിട്ടുകളഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതേ രീതിയിൽ ഫസ്റ്റ് സ്റ്റോറിയിലും എനിക്ക് 3 സ്റ്റോറിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് സ്റ്റോറിയിൽ എൻ്റെ ഒരു ജനറേഷൻ ആൾക്കാർക്ക് പലർക്കും കഴിവുണ്ടായിരുന്നു. പക്ഷെ പല കാരണം കൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെയും ബോൾഡാണ്, സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്, പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് നമുക്ക് ടാലൻസ് ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻസ് അക്കാഡമിക്സിനായിരുന്നു. ഈ അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ അക്കാഡമിക്സും ഇത് നമ്മളുടെ സ്പോർട്സ് ആയാലും ശരി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടാലന്റ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ടാലന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് എന്താ കിട്ടാൻ പോണ് എന്നുള്ള ഒരു രീതിയിൽ സ്പോർട്സ് ആയാലും നമ്മൾ ടൈം വേസ്റ്റ് ആണ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ട ഒരു ജനറേഷൻ ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ അക്കാഡമിക്സിൽ നമുക്ക് പറ്റോ പറ്റില്ല എന്നുള്ളത് നമുക്ക് പറ്റില്ല പറഞ്ഞാൽ പറയും യു ആർ ഗുഡ് ഫോർ നത്തിങ്. ആ രീതിയിൽ സൊസൈറ്റിയും കാണും, പേരൻസും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ പേരൻസ് ഞാൻ ആ രീതിയിൽ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യും. സോ നമുക്ക് നമ്മുടെ ടാലന്റ് ഉണ്ടെങ്കിൽ ആ ടാലന്റിന് ട്രൈ ചെയ്ത് ഗ്രോ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളത് ഫസ്റ്റ് സ്റ്റോറിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. അതേ രീതിയിൽ സെക്കൻഡ് സ്റ്റോറിയും വളരെ നല്ലതാണ്. നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലീഡർഷിപ്പിന്റെ മെയിൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഖലീഫയുടെ ഒരു ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ നല്ല എനിക്ക് വേറെ ഒരു കാര്യം പറയാൻ ഞാൻ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് ഞാൻ ഈ സമയത്ത് എൻ്റെ മക്കൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഈ സ്റ്റോറിയൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് അവർ കേൾപ്പിക്കായിരുന്നു. ബിക്കോസ് ഡെഫിനറ്റ്ലി ഇത് അവരുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കും, അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും എന്നുള്ളത്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ മാം. ഇന്ന് സൂസൻ മാം കണ്ടില്ല, സോ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞു. ബെസ്റ്റ് വിഷസ് മാം. താങ്ക് യു സോ മച്ച് ചന്ദ്ര മാം. സൂസൻ മാം ഇന്ന് സാറ്റർഡേ പ്രയറിന് പോയിണ്ടാവും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. ഗുഡ് മോർണിംഗ് സജന മാം. ഗുഡ് അതെ, മോർണിംഗ്. നല്ല സെഷൻ ആയിരുന്നു, നല്ല സ്റ്റോറി അല്ലെ. ചന്ദ്ര മാം പറഞ്ഞ പോലെ സൈക്കോളജിയും കൂടെ ആഡ് ചെയ്തപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സ്റ്റോറീസ്. ഇനിയും പുതിയ കഥകളുമായിട്ട് മാം വരിക. താങ്ക് യു സർ. വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. യെസ് മാം. എല്ലാം യെസ് സർ. നാളെ വീണ്ടും കാണാം. താങ്ക് യു. Wishing all a very good day. Thank you.